പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ജ്ഞാനായ കാത്തലിക് അതിരൂപത കഴിഞ്ഞ 3 വർഷത്തെ ട്രഷററായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ളതും ഇപ്പോഴത്തെ ജ്ഞാനായ കാത്തലിക് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവും കൂടാതെ KCYL ചെറുപുഷ്പ മുസ്ലിം എന്ന ഈ ഭക്ത സംഘടനകളിലൂടെ വളർന്നു വന്ന ഒരു ജ്ഞാനായ വളരെ ഭാവിയുള്ള ഒരു നേതാവാണ് മിസ്റ്റർ ഷൈജി ഓട്ടപ്പള്ളി. വെൽക്കം ടു ദ ഷോ. ഷൈജി, മെയിനായിട്ട് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ ജ്ഞാനായ സമൂഹത്തിൻ്റെ കൂട്ടായ്മയും അതിൻ്റെ തനിമയും നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് ജ്ഞാനായ കാത്തലിക് കോൺഗ്രസിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ. ജ്ഞാനായ കാത്തലിക് കോൺഗ്രസ് ഈ സംഘടന ശരിക്കും പറഞ്ഞാൽ സ്ഥാപിതമായിട്ട് വർഷങ്ങൾ 75 വർഷം കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ സമുദായത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ജ്ഞാനായ കാത്തലിക് കോൺഗ്രസ് പോലെ തന്നെ KCWA വനിതകൾക്കുള്ള സംഘടന ഉണ്ടായിരുന്നു. പിന്നീട് KCYL. ഈ സംഘടനകളൊക്കെയും വ്യക്തമായിട്ട് പറഞ്ഞാൽ സമുദായ താല്പര്യങ്ങൾ വ്യക്തമായി കാത്തുകൊണ്ടു പോകുവാനും സമുദായ ബോധം നമ്മുടെ യുവ ജനങ്ങളുടെ ഇടയിലേക്ക് കടത്തിവിടുവാനുള്ള സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ചെയ്യുന്നതിനാണ് ഈ സംഘടന നിലവിൽ വന്നത്. അത്തരത്തിൽ വളരെ വ്യക്തമായിട്ടുള്ള പദ്ധതികളും പരിപാടികളും ഈ സംഘടനയുടെ ചെറുപ്പകാലമുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികൾ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ സമുദായത്തെക്കുറിച്ച് പഠിച്ചതും സമുദായത്തെക്കുറിച്ച് അറിഞ്ഞതും KCYL സംഘടനയിലൂടെയാണ്. ഏതാണ്ട് 15 വർഷക്കാലം KCYL സംഘടനയിൽ ഇടവക മുതൽ ഫൊറോണയിലും പിന്നീട് രൂപതയിലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞാൻ പിന്നീട് സമുദായത്തിന്റെ മുതിർന്ന സംഘടനയായ ജ്ഞാനായ കാത്തലിക് കോൺഗ്രസിലേക്ക് ഭാരവാഹിയായിട്ട് കടന്നു വന്നത്. ജ്ഞാനായ രക്തബന്ധം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? രക്തബന്ധം എന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള നമ്മുടെ കാരണവന്മാരാണ്. നമ്മുടെ സഭാ നേതാക്കന്മാരിൽ നിന്നും നമ്മുടെ സംഘടനയിലൂടെ നമുക്ക് കിട്ടിയ പരിശീലനത്തിൽ നിന്നും മനസ്സിലാക്കുന്നു, നമ്മൾ കലർപ്പില്ലാത്ത രക്തത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധം ഈ രക്തത്തിൽ അടിയുറച്ചതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസമാണ് നമ്മുടെ ശക്തി. ആ ശക്തിയുടെ ആവിർഭാവമാണ് നമ്മുടെ സ്പിരിറ്റായിട്ട് നമ്മൾ കാണുന്നത്. ആ സ്പിരിറ്റ് നാം തിരിച്ചറിയണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇവിടെ നമ്മൾ എന്നും കണ്ടുപിടുന്നു ജ്ഞാനക്കാരെ. തീർച്ചയായിട്ടും അവർക്ക് തമ്മിൽ സ്പിരിറ്റിൽ നിന്നല്ല, പക്ഷെ അതിനേക്കാൾ വലിയ സ്പിരിറ്റ് കാണാൻ കഴിയുന്നത് മറ്റൊരു സാഹചര്യത്തിൽ ഒരു ജ്ഞാനക്കാരെ കണ്ടുപിടുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഞാൻ പ്രവേശിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഏപ്രിൽ വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു ജ്ഞാനായ കാത്തലിക് കോൺഗ്രസിൻ്റെയും KCYLൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ എല്ലാം കൂടെ സമീപിച്ചുകൊണ്ടുള്ള വളരെ അക്രമാതിശക്തമായി ജനങ്ങൾ സംസാരിക്കുകയും വികാരഭരിതമായി എമോഷണൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഞങ്ങൾ കാണുകയുണ്ടായി. അത് എന്താണെന്ന് വിശദീകരിക്കാം. ശരിക്കും പറഞ്ഞാല് നമ്മുടെ സമുദായത്തിന്റെ അടിസ്ഥാന ശരിയായിട്ടുള്ള ജ്ഞാനായത്വം, ജ്ഞാനായ സ്പിരിറ്റ്, അത് നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നൊലിച്ച് പോകുന്നുണ്ടോ എന്ന് സംശയം തോന്നിയ ദിവസങ്ങളായിരുന്നു. സംശയമായിരുന്നു അതോ ഒരു യാഥാർത്ഥ്യമാണെന്ന് വെച്ചാൽ അത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറായില്ലല്ലോ. അത് സംശയം നമുക്ക് ചുറ്റും വരാം. നമ്മളത് ഉൾക്കൊള്ളണമെങ്കിൽ നമുക്കത് ബോധ്യം വേണമല്ലോ. ജ്ഞാനായത്വം എന്നത് നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറിയ ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടുണ്ടായ വികാരമാണ്. അത് പെട്ടെന്നുണ്ടായതുമല്ല. ഇതിനു മുൻപ് പലപ്പോഴും നമ്മളെ ജ്ഞാനായത്വം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. കാരണം നമ്മുടെ സമുദായ സംഘടനകളും നമ്മുടെ സഭാപിതാക്കന്മാരും വൈദികരും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കാലത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെയും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. പക്ഷെ ചില കാര്യത്തിൽ എടുത്ത നിലപാടുകൾ ശരിയാണോ എന്ന് ചോദ്യം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തെളിച്ചു പറഞ്ഞാല് അഭിനന്ദിയ മോലക്കാട് പിതാവ് അമേരിക്കയിൽ പോയി നടത്തിയ പ്രസംഗം അതിനുശേഷം പിറ്റേ ദിവസം തന്നെ ഇവിടെ അപ്പൊ തന്നെ നമുക്ക് മാധ്യമങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അപ്പൊ തന്നെ ഇവിടെ അറിയുന്നു. ജ്ഞാനായക്കാർക്ക് സ്വന്തമായ ഇടവക കൊടുക്കുമ്പോൾ എൻഡോഗമി അതിന്റെ ഒരു ഘടകമായിട്ട് നൽകാൻ പാടില്ല എന്ന് റോമിൽ നിന്ന് അങ്ങാടിന്റെ പിതാവിനെ അറിയിച്ചു. അതിന്റെ വെളിച്ചത്തിൽ ജ്ഞാനായക്കാർക്കായി ജ്ഞാനായ
ഇടവക സ്ഥാപിക്കുന്നതിന് അങ്കാടിയത്തെ പിതാവ് സമ്മതിച്ചു. അങ്ങനെയാണ് ക്നാനായക്കാർക്ക് മാത്രമായി ക്നാനായ ഇടവക എന്നുള്ള ആശയം അവിടെ ഉണ്ടായത്. അപ്പോൾ ക്നാനായക്കാർക്ക് മാത്രമായിട്ടുണ്ടാകുന്ന ക്നാനായ ഇടവകയിൽ എല്ലാ ക്നാനായക്കാരും അംഗങ്ങളായിരിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ജന്മം കൊണ്ട് ക്നാനായക്കാരായ എല്ലാവരും ആ ക്നാനായ ഇടവകയിൽ അംഗമായിരിക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഈ വിവാഹം വഴിയായിട്ട് ക്നാനായക്കാരല്ലാത്തൊരു വ്യക്തി തമ്മിലുള്ള ബന്ധം ഉണ്ടായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് കോട്ടയം ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും ചെയ്യുന്നത് അവരോട് പറയും, നിങ്ങളുടെ കുടുംബത്തിന് ഉചിതമായ അജപാലന ശുശ്രൂഷ ലഭിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് ഇവിടെയുള്ള ലോക്കൽ പാരിഷിൽ അംഗങ്ങളാവുന്നതാണ്. അത് സത്യമലയാകാരായ എനിക്ക് ഇവിടെ തുടരണം എന്ന് പറഞ്ഞാൽ തുടരാം. പിറ്റേ ദിവസം തന്നെ അടിയന്തരമായിട്ട് ക്നാനായ കാത്തലിക് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി, അന്ന് ജോയ് സാർ പ്രസിഡന്റും ബാബു സാർ സെക്രട്ടറി, ഞാൻ പ്രശ്നമായിട്ടുള്ള കമ്മിറ്റി അടിയന്തരമായിട്ട് കൂടെ ഞങ്ങളെല്ലാം ആവശ്യപ്പെട്ടു. പെട്ടെന്ന് തന്നെ കൂടി ഇത് ശരിയാണോ എന്ന് അറിയണമല്ലോ. അപ്പൊ നമ്മള് അരമനയുമായിട്ട് ബന്ധപ്പെട്ടു. അതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ല, അത് പറയാൻ പിതാവ് വരട്ടെ എന്നുള്ള അരമനയ്ക്ക് പോലും അറിയത്തില്ല. അറിയത്തില്ല. അരമനയില് ഞങ്ങൾ ബന്ധപ്പെടുന്ന അഡ്മിനിസ്ട്രേഷൻ അറിയത്തില്ല, പിതാവ് പറയുന്നത്. അതെ, അച്ഛൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. കാരണം അച്ഛനത് പറയുന്നത് അച്ഛനോട് അറിവോടുകൂടി അല്ല നമ്മൾ പിതാവോടെ പ്രഖ്യാപിക്കുന്നത് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഒരു രൂപതയുടെ ഒരു തീരുമാനമല്ല പിതാവ് അവിടെ ചെന്ന് എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഇവിടുന്ന് പോയപ്പോ പിതാവിന് യാതൊരു ഐഡിയ ഇല്ല ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തണം, പ്രഖ്യാപനം നടത്തുന്നുള്ള ഐഡിയ ഇല്ലായിരുന്നോ, അല്ലെങ്കിൽ ആ ഒരു അത് തന്നെയാണോ തീർച്ചയായിട്ടും അച്ഛനോട് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ സഭയിലുള്ള വൈദികരുടെ പലരോടും ഈ വിഷയം ചർച്ച ചെയ്തു. എല്ലാവരും പറഞ്ഞ കാര്യത്തിലുള്ളൂ, ഇത് ഇത്തരത്തിലൊരു നയപരമായിട്ടുള്ള ഒരു വിഷയം അവിടെ പ്രഖ്യാപിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വേണ്ട മേഖലകളിൽ, പ്രത്യേകിച്ച് നമുക്ക് ഒത്തിരി ബോഡികളുണ്ട്. ഇവിടെയുള്ള ഈ രൂപതയുടെ രജിസ്ട്രേഷനായിട്ടുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പാസ്റ്റർ കൗൺസിലുണ്ട്. വിവിധ മേഖലകളിൽ ഇത് ചർച്ച ചെയ്ത് ഇത്തരമൊരു നയപരമായിട്ടുള്ള തീരുമാനം അവിടെ പ്രഖ്യാപിക്കാവുള്ളൂ എന്നതായിരുന്നു നമ്മൾ എടുത്ത നിലപാട്. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു. നമ്മളാരും എന്താ പറയുക, ഞാനോ അല്ലെങ്കിൽ ടോമോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ അല്ല ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത് ഒരു ദിവസം ഉണ്ടാക്കിയ തീരുമാനമല്ല ഈ വിഷയങ്ങളെ. അപ്പൊ എന്തായിരുന്നു ആ ഒരു പെട്ടെന്നൊരു തീരുമാനം? ക്നാനായക്ക് അവിടെ അമേരിക്കയില് ഞങ്ങൾക്കറിയാം, എന്നാലും നിങ്ങളുടെ എന്താണ് അറിയാമെന്ന് അറിയാനായിട്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയ സംഭവമാണ്. അമേരിക്കയിൽ ഒരു വ്യക്തി പുറത്തുനിന്ന് കല്യാണം കഴിച്ചാൽ, ക്നാനായക്കാരനല്ലാത്ത ഒരു യുവതിയെ കല്യാണം കഴിച്ചാൽ ആ ആൾക്ക് ആ ഇടവകയിൽ അംഗത്വം തുടരുമെന്നും അവര് ആ ഇടവകയിലെ മുഴുവൻ കാര്യങ്ങളിലും ഇൻവോൾവ് ആവുമെന്നും പാരിഷ് മെമ്പറായിട്ട് തന്നെ തുടർന്നു പോകുമെന്നും അവരുടെ മക്കളും ഭാവിയിൽ ഇടവകയിൽ അംഗത്വം ഇല്ലെങ്കിൽ പോലും അവിടെ തന്നെ കാര്യങ്ങൾ, അവിടുത്തെ ഇടവകയിലെ ആധ്യാത്മിക കാര്യങ്ങളും മറ്റു പ്രവർത്തനങ്ങളും മുമ്പോട്ട് പോകാമെന്നുള്ള സാഹചര്യം വരുന്നതായിട്ടാണ് മനസ്സിലാക്കിയത്. ഇവിടെ നമുക്കറിയാം, നമ്മുടെ നാട്ടില് ക്നാനായക്കാരന് പുറത്തുനിന്നൊരു ക്നാനായക്കാരി അല്ലാത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ അവർക്ക് ആ ഇടവകയിൽ തുടരാൻ സാധിക്കില്ല. ബൈ പെർമിഷൻ എടുത്ത് മറ്റിടവകയിലേക്ക് പോയി ചേരുകയാണ്. സിറോമല വസയുടെ കീഴിലുള്ള ഒരു ഇടവകയിൽ പോയി ചേർന്നുകൊണ്ട് അവർക്ക് ബാക്കിയുള്ള എല്ലാ സേവനവും ചെയ്തു കൊടുക്കുന്നു. ഇത് രണ്ട് തരത്തിൽ ക്നാനായക്കാരെ തരംതിരിക്കുന്നു എന്നുള്ള ഒരു പ്രയാസമാണ് ആദ്യം ഉണ്ടായത്. പിന്നെ ഇത്തരത്തിലൊരു മാറ്റം അമേരിക്കയിൽ ആവശ്യമാണോ എന്നുള്ളത് ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു രീതി ഉണ്ടായിട്ടില്ല. അപ്പോ യുനാനിമസ് ആയിട്ട് ഒരു തീരുമാനം അവിടെ പ്രഖ്യാപിച്ചപ്പോൾ അത് ശരിയാണോ തെറ്റാണോ, ഇത് എങ്ങനെയാണ് ആലോചിച്ചത്, ആരാണ് പ്രഖ്യാപിക്കാനുണ്ടായ സാഹചര്യം എന്നുള്ളതിനെ കുറിച്ച് ചോദ്യം ചെയ്തു. അത് ചോദിച്ച് വിശദീകരണങ്ങൾ കേട്ടാൻ വേണ്ടിയിട്ട് പിതാവ് വരാൻ വെയിറ്റ് ചെയ്തു. പിതാവ് വന്നു. അന്ന് തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നോക്കി. അന്ന് പിതാവിന് സോയിലായിരുന്നു, പനിയായിട്ട് പിതാവ് ആശുപത്രിയിലായിരുന്നു. അതുകൊണ്ട് അവിടെ തന്നെ പോയി കാണാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വേണ്ട, പനിയൊക്കെ മാറിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞ് കൊച്ചുപിതാവുമായിട്ടും അതുപോലെ ഇലക്ട്രോണിക്സിനുമായിട്ട് കണ്ട് സംസാരിച്ചു. അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇത് ഇങ്ങനെയാണ് പോകേണ്ടത്. നമ്മുടെ സമുദായത്തിന്റെ നിർവചനം, ക്നാനായക്കാരൻ ആരാണ് എന്നുള്ള നിർവചനം സംബന്ധിച്ചായിരുന്നു പ്രധാന അഭിപ്രായം. ഒരു ക്നാനായക്കാരനാണ് നിർവചനം, അതായത് ബിഷോപ്പുമാരുടെ നിർവചനവും സമൂഹത്തിന്റെ നിർവചനവും രണ്ടും രണ്ടായിട്ടാണ് 1800 വർഷങ്ങൾ ക്നാനായ സമുദായം നിലനിന്നത്. അതായത് ഞാനും ഷൈബിയും അടങ്ങുന്ന ക്നാനായ സമൂഹം വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം 1800 വർഷങ്ങൾ പഴക്കമുള്ളത്.
നമ്മുടെ കാരണവന്മാര് നമ്മളോട് പറഞ്ഞത്, അവരുടെ കാരണവന്മാർ അവരോട് പറഞ്ഞ ഒരു സത്യമാണത്. സത്യം രണ്ടു മൂന്ന് പ്രാവശ്യം വളച്ചൊടിച്ചുകൊണ്ട് അത് നുണയായിട്ട് പോകുന്നില്ല, അത് എപ്പോഴും സത്യമായിട്ടിരിക്കും. അല്ലെ നുണ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ അത് സത്യമായിട്ട് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സത്യം നമുക്കറിയാവുന്നതുകൊണ്ടാണല്ലോ ഇതിനെതിരെ പ്രതികരിക്കേണ്ട സാഹചര്യം പറഞ്ഞല്ലോ. അവിടെ നമുക്കറിയാം, നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളാണ് നമ്മുടെ പിതാക്കന്മാർ. തീർച്ചയായിട്ടും അവരും തീർച്ചയായിട്ടും നമ്മുടെ തന്നെ കുടുംബങ്ങളിൽ നിന്നും വളർന്നു വന്ന ആളുകളാണ്. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് കേൾക്കാനും, അവര് പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവരുമായിട്ട് തുറന്നു തന്നെ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി. അതിന് ശരിക്കും പറഞ്ഞാൽ വ്യക്തമായ ഒരു നിലപാടെടുക്കുവാൻ കഴിഞ്ഞത് ഈ സംഘടന ഉണ്ടായിരുന്നതാണ്. ജ്ഞാനായ കാത്തലിക് കോൺഗ്രസ് എന്ന സംവിധാനം അന്ന് ഞങ്ങൾ അടങ്ങുന്ന കമ്മിറ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് എടുത്തുകൊണ്ടാണ്. അല്ലെങ്കിൽ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ വേറെ വഴിക്ക് പോയാൽ കരയുന്ന കൊച്ചിനെ പാലുള്ളൂ. അപ്പൊ അവിടെ ശക്തമായിട്ട് പിതാവുമായിട്ട് 3 വട്ടം ചർച്ച നടത്തി. ഈ ചർച്ചയുടെ റിസൾട്ടിൽ പിതാവ് പിന്നെയും പറയുന്ന ഒറ്റ കാര്യം തന്നെയാണ്, ഈ പറഞ്ഞ നിർവചനം നിങ്ങൾ പറയുന്നത് തെറ്റാണ്. അതായത് ഇത്രയും അത് പിതാവ് പറയുന്ന നിർവചനം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പിതാവ് പറയുന്നത് പൂർണ്ണമല്ലെന്നാണ് ഞാൻ പറയുന്നത്. പിതാവ് പറയുന്ന നിർവചനം ശരിയാണ്, ഭാഗികമാകുന്നുള്ളൂ, നമ്മളതേ വാദിച്ചുള്ളൂ. പിതാവ് പറയുന്നത് എന്താണ്? ജ്ഞാനായക്കാരൻ എന്ന് പറഞ്ഞാൽ അവൻ ജ്ഞാനായ മാതാപിതാക്കൾ ജനിച്ചാൽ മതി, അവൻ മരിക്കുന്നവരെ ജ്ഞാനായക്കാനായിരിക്കും. ശരിയാണ്. പക്ഷെ ആ നിർവചനം പൂർണ്ണമല്ല എന്നാണ് ജ്ഞാനായ കാത്തലിക് കോൺഗ്രസും അന്നത്തെ ഭാരവാഹികളും മുഴുവൻ ആളുകളും തന്നെ വാദിച്ചത്. നിങ്ങളുടെ ബാക്കിയുള്ള ഒന്ന് പൂരിപ്പിക്കാവോ? പിതാവ് പറഞ്ഞ 50% കറക്റ്റ് ആണെന്ന് പറഞ്ഞു, അതിന്റെ ബാക്കി 50% എന്താണ്? ബാക്കി 50% ക്ലിയർ ആണല്ലോ. അയാള് കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ജ്ഞാനായക്കാരനായിരിക്കണം. അപ്പൊ കർമ്മം കണ്ട് എന്നുള്ള ഭാഗം അത് പ്രസക്തമല്ല എന്നാണ് പിതാവ് പറയുന്നത്. എങ്ങനെയാണ് കർമ്മം കൊണ്ടും ജ്ഞാനായക്കാരനാണ്? ഒരു ജ്ഞാനായക്കാരന്റെ കർമ്മം എന്താണ്? അവൻ തന്റെ ജീവിതത്തിൽ കാണിക്കേണ്ട പാരമ്പര്യം എന്ന് പറയുന്നത് സ്വവംശ വിവാഹ നിഷ്ഠയിൽ അവന്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുക. അതിനവൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ജ്ഞാനായക്കാരന് തുടരാൻ പറ്റും. അവൻ പുറത്തുനിന്ന് കല്യാണം കഴിച്ചാൽ അവൻ ആ ജ്ഞാനായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നില്ല. ജ്ഞാനായ പാരമ്പര്യം എന്താണ്? ജ്ഞാനായക്കാരന്റെ പാരമ്പര്യം ജ്ഞാനായക്കാരനായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുക. ജ്ഞാനായക്കാരിയായിട്ടുള്ള യുവതിയുടെ പാരമ്പര്യം എന്തായിരിക്കണം? ജ്ഞാനായക്കാരനുള്ള യുവാവിനെ കല്യാണം കഴിക്കുക. ഇവർ രണ്ടുപേരും കൂടെ കൂടിപ്പോയാലുള്ളൂ ജ്ഞാനായ കുടുംബം ഉണ്ടാകുന്നുള്ളൂ. ജ്ഞാനായ കുടുംബം ഇല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ സമുദായം മുമ്പോട്ട് പോകും? തീർച്ചയായിട്ടും ജ്ഞാനായ കുടുംബങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ രണ്ടുപേരും തമ്മില് കല്യാണം കഴിക്കണം. പിതാവ് പറഞ്ഞ പ്രശ്നം നിൽക്കുന്നത് നിർവചനത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ നിർവചനത്തിന്റെ ഒരു ഭാഗം മാത്രമേ പിതാവ് എന്ന് പറഞ്ഞുള്ളൂ, ബാക്കി ഭാഗം പറയുന്നില്ല. ബാക്കി ഭാഗം ഇല്ല, അങ്ങനെ ഒരു നിർബന്ധം ഇല്ല, നിർവചനത്തിൽ അത് വരില്ല എന്ന് പിതാവ് തർക്കിച്ചു പറഞ്ഞു. അപ്പോ ആണ് ഈ പറഞ്ഞത് അഭിപ്രായ വ്യത്യാസം വന്നത്. ഈ പറഞ്ഞത് തന്നെയാണോ ബഹുമാനപ്പെട്ട അഭിമന്യ മാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവും പറയുന്നത്? അല്ല, പിതാവ് കണ്ടു. പിതാവ് വളരെ വ്യക്തമായി പറഞ്ഞു, ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ജ്ഞാനായക്കാരനായിട്ടിരിക്കണം, എന്നാലേ ഉള്ളൂ ഒരു ജ്ഞാനായക്കാരൻ നിർവചനം പൂർത്തിയാവുന്നത്. അപ്പോൾ ഈ മൂലക്കാട് പിതാവ് ബ്ലാങ്ക് ആയിട്ടിട്ടിരുന്ന 50%-ഉം 50% നിർവചനവും അഭിമന്യ മാർ കുര്യാക്കോസ് തിരുമേനി പൂരിപ്പിച്ചു. ഓക്കെ. കാരണം ഞാൻ പറയുന്നത്, ഞാൻ KCB സംഘടനയിലേക്ക് വരുമ്പോ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുത്തോലസിനും അതുപോലെ ബാബു കോഴിക്കുന്നൽ സാറും അടങ്ങുന്ന അഭിമന്യ കുന്നശ്ശേരി പിതാവാണെന്ന് ഞങ്ങളുടെ അതിരൂപത രക്ഷാധികാരി, ഇവരൊക്കെയും വിവിധ ക്ലാസ്സുകളിലും വിവിധ ക്യാമ്പുകളിലും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നതാണ്. ജ്ഞാന സമുദായത്തെ കുറിച്ച് എല്ലാ പ്രാവശ്യവും ക്യാമ്പുകളിൽ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അതിനകത്ത് ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും ഈ വിഷയം ഉറപ്പായിട്ടും ക്ലാസ്സിലുണ്ട്. മൺമറഞ്ഞു പോയിട്ടുള്ള പുല്ലാപ്പള്ളി ജോൺ സാറ് നമുക്ക് മറക്കാൻ പറ്റത്തില്ല. സമുദായത്തെ കുറിച്ച് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഇത് മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ മുത്തോലത്തച്ഛൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ, ഇപ്പോൾ മുത്തോലത്തച്ഛന്റെ നിലപാടും അത് തന്നെയാണോ? മുത്തോലത്തിന്റെ നിലപാട് വ്യത്യസ്തമാണെന്നുള്ളത് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി. അമേരിക്ക ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മൂലക്കെട്ട് പിതാവ് പറയുന്ന ആ സെയിം സ്റ്റാൻഡിലായിരുന്നു മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛനോട് വന്നപ്പോഴും ഞങ്ങൾ നേരിട്ട് കൊണ്ട് സംസാരിക്കുന്നു അച്ഛനുമായിട്ട്. അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യമല്ലോ ഇപ്പൊ പറയുന്നത്. KCB സംഘടനയിൽ പഠിപ്പിച്ചതും സമുദായത്തെ കുറിച്ച് പറഞ്ഞു തന്നതും വ്യത്യസ്തമായിട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പൊ അവിടെ ചെന്നിട്ട് അമേരിക്കയിലെ സാഹചര്യം അതാണ്, അവിടെ അതിനെ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അതെങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും? ജ്ഞാനായക്കാരൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരൊറ്റ നിർവചനമേ ഉള്ളൂ. രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. പറ്റത്തില്ല, അതുകൊണ്ട് പറഞ്ഞുള്ളൂ. ഇപ്പോ ഞാൻ പറഞ്ഞു വന്നത്, April 1-ാം തീയതി ചൈതന്യയിൽ സമ്മേളനം നടക്കുവാനും ഇതിന്റെ വികാരം അണപൊട്ടി ഒഴുകാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, ചൈതന്യയിൽ വെച്ചും അഭിമന്യ പിതാവും ഈ പറഞ്ഞ വിഷയത്തിൽ അപ്പോഴും സെയിം സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. നിർവചനം എന്ന് പറയുന്നത് ഭാഗികമായിട്ടുള്ള പിതാവിന്റെ കൂട്ടത്തിലുള്ള ബഹുമാനപ്പെട്ട വൈദികരുടെ നിലപാട് എന്തായിരുന്നു? വൈദികരുടെ നിലപാട് വ്യത്യസ്തമായിരുന്നു. എനിക്ക് വ്യക്തമായിട്ട് അറിയാം.
നമുക്ക് പേരെടുത്ത് പേര് പറയണ്ട, സത്യം അവിടെ വൈദികന്റെ വികാരം എന്തായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കിട്ടിയ ബോധ്യം അന്ന് ഞാൻ എന്റെ പ്രസംഗത്തിൽ പോലും പറയുന്നതിന്റെ വാക്കുകൾ പോലും ഞാൻ ചില വൈദികരുടെ നിന്ന് കടമെടുത്തിട്ടുണ്ട്. എന്താണത്? ഒന്നുകൂടെ. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും കാനായക്കാരനായിരിക്കും, എന്നാൽ മാത്രമേ ഉള്ളൂ കാനായക്കാരന്റെ നിർവചനം പൂർത്തിയാകുമെന്ന് ഞാൻ അന്ന് പ്രസംഗത്തിൽ പറഞ്ഞെങ്കിൽ അത് എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ 3-4 വ്യക്തികൾ കൂടി അല്ല സംഭവം ഉണ്ടാകുന്നത്. നമ്മളുടെ സമുദായം എന്ന് പറയുന്നത് അൽമാരും പിതാക്കന്മാരും വൈദികരും അടങ്ങുന്നതാണ്. അവർ ഒരുമിച്ചിരുന്ന് വേണം ഈ കാര്യത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഈ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ജ്ഞാനായക്കാരനല്ലാത്ത ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു പള്ളി ജ്ഞാനായപ്പള്ളി ആവും? ജ്ഞാനായപ്പള്ളി ആകത്തില്ല. ഇല്ല. അതാണല്ലോ നമ്മള് അമേരിക്കയിൽ ഇപ്പോൾ ഉടലെടുത്ത പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ കാരണം അതുതന്നെയായിരുന്നു. അതായത് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ജ്ഞാനായക്കാരൻ ആകേണ്ട ഇവിടെ മെമ്പർ ആകാൻ എന്ന് പറയുന്ന ജ്ഞാനായപ്പള്ളി എന്ന് പറയുന്ന ജ്ഞാനായക്കാർ കൂടുതൽ പോകുന്ന സീറോ മലബാർ പള്ളിയോടുള്ള നിങ്ങളുടെ വീക്ഷണം എന്താണ്? അതേക്കുറിച്ചുള്ള വീക്ഷണം വളരെ വ്യക്തമാണല്ലോ. അതോടുകൂടി ജ്ഞാനായ സമുദായം ഇല്ലാതാകും. ഓക്കെ. അത് എന്റെ ഒരു മനസ്സിൽ പറയുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാഴ്ച കാണാനുള്ള ഇടയുണ്ടാകരുതെന്നുള്ള എന്റെ പ്രാർത്ഥന. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ജ്ഞാനായക്കാരനായിട്ട് നമ്മളോട് ജീവിച്ചിരിക്കുകയും നമ്മൾ ജീവിച്ചെന്ന് പറഞ്ഞാൽ ഒരു തലമുറയല്ലല്ലോ, തലമുറകളായിട്ട് കടന്നു വന്ന ആ പാരമ്പര്യം ഇല്ലാതാക്കിയിട്ടുള്ള സംവിധാനം വരിക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതിന് ഏത് രീതിയിലും നിങ്ങൾ എങ്ങനെയാണ് അത് പ്രതികരിക്കാൻ പോകുന്നത്? നിങ്ങളുടെ വീക്ഷണം എന്താണ്? നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് തീർച്ചയായിട്ടും നമുക്ക് പറയാം. അതിനുള്ള ഏറ്റവും വളരെ വലിയ ഉദാഹരണമാണല്ലോ ഈ പറഞ്ഞ ചെയ്തികൾ നടന്നത്. അത് സംസാരിക്കേണ്ട രീതിയിൽ സംസാരിക്കേണ്ട ഭാഷയിൽ തന്നെയാണ് സംസാരിച്ചത്. തീർച്ചയായിട്ടും നമ്മളാരും വേറെ അവിടെ വെച്ച് അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. അല്ല, മൂലക്കാട് പിതാവ് അതിന്റെ ഇടയ്ക്ക് പൊതുജനം വികാരാധീനമായതുകൊണ്ട് പ്രസംഗം നിർത്തി പോയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം വന്ന് പ്രസംഗം തുടങ്ങിയത്. അത്രയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ പിതാവ് തന്നെ പറഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കാൻ താല്പര്യം ഇരുന്നാൽ മതി, ബാക്കിയുള്ളത് നിങ്ങൾ വീട്ടിൽ പോയിരുന്നു എന്നൊരു സംസാരം ഉണ്ടായിരുന്നു. ഒത്തിരി പേര് ഇറങ്ങിപ്പോയോ? ആരും പോയില്ല. അപ്പൊ അത് പറഞ്ഞപ്പോഴത്തേക്കും ആളുകൾ ഒന്നും കൂടെ പിതാവിനെ കൂക്കി വിളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. പിതാവിനെ കൂവിയോ? അത് ഭയങ്കര മോശമായിരുന്നു. അല്ല, പിതാവ് എന്ന് വെച്ചാൽ തിരിച്ച് അതുപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറയുന്നത് കേൾക്കാൻ താല്പര്യം ഉള്ളവരോട് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായ പ്രശ്നം. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കോട്ടയം രൂപതയിലെ പിതാക്കന്മാരിൽ ആദ്യം പൊതുജനം കൂവിയ ഒരു പിതാവായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത് മൂലക്കാട് പിതാവ്? അല്ല, ഇതിനകത്തുണ്ടായ യാതൊരു വികാരത്തിന്റെ പുറത്തുണ്ടായ ഒരു കൂവലായിരുന്നു. പിതാവിന്റെ ആ സബ്ജക്റ്റിനെ അവർ റിജക്ട് ചെയ്യുകയായിരുന്നു. അതാണ് സംഭവിച്ചത്. പിതാവിനോട് പേഴ്സണലി താല്പര്യം. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ജനം വന്ന് അവിടെ ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങള് ഭാരവാഹികൾ ആരും പ്രതീക്ഷിച്ചില്ല അത്ര ആളവിടെ കൂടുന്നുള്ളൂ. ഞങ്ങൾക്ക് ശരിക്കും തലേദിവസം വൈകിട്ട് നല്ല പേടിയായിരുന്നു ആള് വരുമെന്നുള്ളതായിരുന്നു. അന്ന് 3000-ലും 5000-ത്തിനിടയ്ക്ക് ആള് വന്നെങ്കിൽ അതിലൊരു 1000 പേര് പോലും അവിടെ വരുമോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം ആ ഒരു വികാരം അണപൊട്ടി ഒഴുകുന്ന അവസ്ഥ. 1 മണി മുതൽ ഇങ്ങോട്ട് ആളുകൾ വണ്ടികളിൽ പല ഇടപെടുന്ന ജ്ഞാനായ കോൺഗ്രസിന്റെ ഭാരവാഹികൾ മാത്രമല്ല സാധാരണക്കാരെല്ലാം വരിക. ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നത് പള്ളിയിൽ അറിയിപ്പുണ്ടായിരുന്നു. പള്ളിയിൽ നോട്ടീസിലൂടെ അറിയിക്കാൻ. അത് കുർബാന മധ്യേ ഒരു പൊതു അറിയിപ്പായിട്ട് പറഞ്ഞു. കുർബാന മധ്യേ ചില പള്ളികളിൽ അറിയിച്ചിട്ടുണ്ട്, ചിലയിടത്ത് അറിയിക്കത്തില്ലെന്ന് പറഞ്ഞു. നോട്ടീസ് വിതരണം ചെയ്യാറുണ്ട്. അതിനെ അറിയിക്കത്തില്ലെന്ന് പറയാൻ കാരണം എന്താണ്? ഇത് ഈ ഒരു വിഷയത്തില് അന്ന് ശരിക്കും പറഞ്ഞ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ പിതാവെടുത്ത സ്റ്റാൻഡ് തെറ്റാണ് എന്ന് പറയുമ്പോൾ അത് എല്ലാ വൈദികരും അതേ സ്റ്റാൻഡ് ഉൾക്കൊള്ളണമെന്നില്ലല്ലോ. അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവരും സഭയുടെ ഭാഗമാണ്. അപ്പൊ ഇതിനെക്കുറിച്ച് പഠിച്ച് ഇത് അറിയട്ടെ, ഇത് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞോളുക. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പിതാവിനടുത്തും ഈ പറഞ്ഞ പിതാവിനെ അടുത്തുള്ള അച്ഛന്മാരടുത്തും പറഞ്ഞാണ് പിതാവ് വന്ന് ഈ ചൈതന്യ പരിപാടിയിൽ വരരുതെന്ന് പറഞ്ഞാണ്. അദ്ദേഹത്തെ വ്യക്തമായിട്ട് പിതാവ് തന്നെ താല്പര്യമായിരുന്നു വരണമെന്നുള്ളത്. കാരണം പിതാവ് വിചാരിച്ചിരുന്നു അന്ന് ആളുകള് പിതാവ് പറഞ്ഞ് കേട്ട് മനസ്സിലാക്കി ഈ വിഷയത്തിൽ പിതാവിനോടൊപ്പം നിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷ വളരെ വ്യക്തമായിട്ട് പിതാവ് ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ തെറ്റുമെന്ന് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞു. പക്ഷെ പിതാവിന് കോൺഫിഡൻസ് വേറെയായിരുന്നു. അപ്പോൾ ഓക്കെ, ഏതായാലും കാര്യങ്ങൾ ഇത്ര ഈ നിലയ്ക്ക് എത്തി. അതായത് അമേരിക്കയിൽ ജ്ഞാനായ പള്ളികളല്ലാത്ത സീറോ മലബാറിന്റെ ജ്ഞാനായ സമൂഹം കൂടുതൽ പോകുന്ന സീറോ മലബാർ പള്ളികൾ അവിടെ ഇവിടെ എല്ലാം ഉണ്ടായി. അത് എങ്ങനെ ഉണ്ടായി? എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ്? നമ്മുടെ ആളുകൾ ഓരോ പ്രദേശത്ത് കേന്ദ്രീകരിക്കുമ്പോഴത്തേക്കും, നമുക്കിപ്പം അമേരിക്കയിൽ മാത്രമല്ല എവിടെ ചെന്നാലും നമ്മുടെ ആളുകൾ കേന്ദ്രീകരിക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ആത്മീയമായിട്ടുള്ള
സാഹചര്യങ്ങൾ ഒരുക്കുവാനായിട്ട്. അവിടെ സൂറ മലബാറിന്റെ പള്ളികൾ ഉണ്ടായിരുന്നല്ലോ, കൊണ്ട് പോകുന്നുണ്ടായിരുന്നല്ലോ, പല സ്ഥലത്തും അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവിടെ വേറെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സൂറ മലബാർ പള്ളികൾ ഉണ്ടാക്കി നാനായക്കാരോട് എല്ലാവരോടും അവിടെ പോകാൻ പറഞ്ഞത്? നമ്മുടെ അച്ഛന്മാർ അവിടെ വന്നത് ശരിയാണ്, പക്ഷെ നമ്മുടേതായിട്ടുള്ള പള്ളികളല്ലല്ലോ ഇപ്പോൾ അമേരിക്കയിൽ ഉടനീളം വന്നത്. അതിനെ കുറിച്ച് എന്ത് പറയുന്നു? അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ജനങ്ങളെ സംബന്ധിച്ചോളം ഈ പള്ളികൾ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു പ്രയാസം അല്ലെങ്കിൽ പ്രശ്നം ഭാവിയിൽ ഉണ്ടാകുന്ന ആരും മുൻകൂട്ടി കാണുന്നില്ല. ആളുകൾ വിചാരിക്കുന്നത് അവർക്ക് കൂടാനും പള്ളിയിൽ പോകാനും അവർക്ക് കുർബാന കാണാനും നമ്മുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹം എല്ലാ ഞായറാഴ്ചയും കൂടുകയും പരസ്പരം കാണുകയും ആ സ്നേഹം പങ്കിടുകയും ചെയ്യാവുന്ന ഒരു സംവിധാനം, അതേ ഉദ്ദേശിച്ചുള്ളൂ. അത് സീറോ മലബാർ പള്ളി, സീറോ മലബാർ പള്ളിയുടെ കീഴിൽ തന്നെ പോയാൽ പറ്റത്തില്ലല്ലോ. ഇല്ല, സീറോ മലബാറിന്റെ കീഴിൽ തന്നെയാണല്ലോ ഇപ്പൊ പോകുന്നത്. സീറോ മലബാർ സഭയുടെ കീഴിലാണ്, പക്ഷെ സീറോ മലബാർ പള്ളിയുടെ മാത്രം കീഴിലല്ലോ. ക്രാനായക്കർക്ക് വേണ്ടിയിട്ടുള്ള പള്ളിയായിട്ടാണല്ലോ പണിത്. പക്ഷെ അത് സീറോ മലബാറിന്റെ തന്നെ പള്ളിയല്ലേ? സീറോ മലബാറിന്റെ പള്ളിയാണ്. അതെ, അതിനെ നോക്കുമ്പോഴത്തേക്കും അമേരിക്കയിലുള്ള സീറോ മലബാർ രൂപതയുടെ നിയമാവലിയും ഇന്ത്യയിലുള്ള സീറോ മലബാർ രൂപതയുടെ നിയമാവലിയും രണ്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിന് പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഈ അടുത്ത കാലത്ത് അഭിമന്യ ആലഞ്ചേരി പിതാവിനെ കാണുകയും ഈ വിഷയം ഈ അമേരിക്കയിലെ വിഷയം, അമേരിക്കയിലുണ്ടായ വിഷയം നോൺ ഓട്ടോണമസ് ചർച്ച് എന്നുള്ള വിഷയം തന്നെ, അതേക്കുറിച്ച് തന്നെ നമ്മുടെ സംവിധാനങ്ങൾ മാറ്റണം. നമുക്ക് നമ്മുടെ നാട്ടിലെ പള്ളികൾ വേണമെന്നും നമ്മുടെ വൈദികരെ അവിടെ സേവനത്തിന് അപ്പോയിന്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നും മാത്രം തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ നിവേദനമാണ് പിതാവിനെ കണ്ടു കൊടുത്തത്. പിതാവ് അതിനോട് വളരെ നല്ല രീതിയിൽ പ്രതികരിച്ചു. പിതാവ് പറയുന്നത് ഇത്തരത്തിൽ ഈ ഒരു വിഷയം വേണ്ട വിധത്തിൽ ഇതുവരെയായിട്ട് റോമിൽ എത്തിയിട്ടില്ല എന്നുള്ളൊരു പിക്ചർ. അതായത് അമേരിക്കയിൽ ഇത്രയും പള്ളികൾ നോൺ എൻഡോഗമസ് ആയിട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് എൻഡോഗമസ് ആക്കി ഉണ്ടാക്കണം എന്ന് ഒരു 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 ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പെറ്റീഷൻ റോമിൽ ഇതേവരെ എത്തിയിട്ടില്ല എന്നാണോ ആലഞ്ചേരി പിതാവ് പറഞ്ഞത്? സീറോ മലബാറിന്റെ കീഴിൽ പള്ളികൾ പണിയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എൻഡോഗമസ് ആയിട്ടുള്ള പള്ളികൾ വേണം എന്നുള്ള ഒരു അപേക്ഷ റോമിൽ എത്തിയിട്ടില്ല എന്നാണോ ആലഞ്ചേരി പിതാവ് പറഞ്ഞത്? അതെ, അതായത് അന്നത്തെ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ആർക്കും വ്യക്തതയില്ല. പിതാവിന് വ്യക്തതയില്ല. കുന്നശ്ശേരി പിതാവിന് വ്യക്തത ഉണ്ടായിരിക്കുമല്ലോ. അല്ല, ആലഞ്ചേരി പിതാവ് ഒന്നുമില്ലല്ലോ. അല്ല, അതിന് മുമ്പുള്ള പിതാവ് ഉണ്ടല്ലോ, അവരുടെ റെക്കോർഡ് കാണുമല്ലോ. അതാണ് ഞങ്ങൾ ചെന്നവർ കണ്ട വ്യത്യാസം. ആലഞ്ചേരി പിതാവ് ഈ കാലത്ത് വളരെ നല്ലൊരു സമീപനം എടുത്തത്. നമ്മുടെ ഈ വിഷയം കൃത്യമായിട്ടും റോമില് അവതരിപ്പിക്കേണ്ടത് പോലെ അവതരിപ്പിച്ച് നമുക്ക് അമേരിക്കയിലും മറ്റു സ്ഥലങ്ങളിലും, അമേരിക്ക മാത്രമല്ല കേരളത്തിന് പുറത്തും എല്ലായിടത്തും നമുക്ക് നമ്മുടേതായിട്ടുള്ള സംവിധാനങ്ങൾ വരുത്തുന്നതിനുള്ള ശ്രമങ്ങൾ പിതാവ് നടത്തുമെന്നാണ് പിതാവ്. അതിന് എന്തെങ്കിലും ഒരു ടൈം ഫ്രെയിം പറഞ്ഞോ പിതാവ്? ഇത്ര വർഷത്തിനുള്ളിൽ നടത്തും? ടൈം ഫ്രെയിം പറഞ്ഞില്ല. അത് ഞങ്ങൾ കണ്ടതിന് ശേഷമാണല്ലോ നീണ്ടു നടന്ന ഗ്ലോബൽ കൺവെൻഷനിൽ പിതാവ് പങ്കെടുത്തു. അവിടെ വെച്ച് പിതാവ് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ വിഷയം. ഈ പറഞ്ഞ അമേരിക്കയിലെ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ നിലപാട് പിതാവ് റോമിൽ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇതേവരെ ഈ പ്രശ്നങ്ങൾ റോമിൽ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ സംഭാഷണത്തിൽ ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ കാര്യമായിട്ടുള്ള റെപ്രസെന്റേഷൻ പോയിട്ടില്ല. പോകാത്തതിന്റെ കാരണം എന്താണ്? ഇവിടെ നടക്കുന്ന ഈ കോലാഹലങ്ങൾ ഉണ്ടാകുന്ന എപ്പോഴാണ് ശരിക്കും പറഞ്ഞത്? ഇത്രയും നാളും ഈ പറഞ്ഞ നമ്മുടെ രൂപതയിലോ അല്ലെങ്കിൽ നമ്മുടെ അമേരിക്കയിലുള്ള ആളുകളിലോ നാട്ടിലുള്ള ആളുകളിലോ ഈ ഒരു പ്രശ്നം ഇത്ര രൂക്ഷമായിട്ടില്ല. പക്ഷെ ഇൻഫർമേഷൻ ഓൾവേസ് ഇൻ എ ക്ലോസ് ബോക്സ്, അത് പുറത്തു വന്നിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷെ പോയി ചെന്ന് ചോദിച്ചാൽ നമുക്ക് വായിക്കാവുന്നേ ഉള്ളൂ. പള്ളികളിൽ അത് വായിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. പക്ഷെ അതിന്റെ ഉത്തരവാദി ആരാണ്? അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നത്തിൽ ഇത്ര രൂക്ഷമായ ഒരു പ്രശ്നമാണെന്ന് നേരിടുന്നുള്ളത് ഒരു പക്ഷേ അമേരിക്കയിലും നാട്ടിലും ആളുകൾ തിരിച്ചറിയുന്നത് മൂലക്കട പിതാവ് പോയി നടത്തിയ പ്രഖ്യാപന ശേഷമാണ്. അപ്പൊ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ പ്രശ്നത്തിൽ KCSE-യുടെ നിലപാടിനെ കുറിച്ച് ഷൈബി എന്തു പറയും? KCSE ഇതിനോട് അനുകൂലമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പിതാവ് പറഞ്ഞ സ്റ്റാൻഡിൽ ഒരിക്കലും പോകാൻ സാധിക്കില്ലെന്നും അവിടെ നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ ഉണ്ടാവണമെന്നും ഈ പറഞ്ഞ എൻഡോഗമസ് പാരീഷുകൾ തന്നെയായിട്ട് മുമ്പോട്ട് പോകണമെന്നുള്ള നിലപാടാണ് KCSE സ്വീകരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളെ ഇവിടെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടുള്ള അങ്ങനെയാണ്. നിങ്ങളുടെ സംഘടനയായ, നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന സംഘടനയായ ജ്ഞാനായ കാത്തലിക് കോൺഗ്രസിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് KCSE-യുടെ ഈ വിഷയത്തിൽ? ജസ്റ്റിസ് സിറിക്യൂസ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി നീക്കങ്ങൾ നടത്തി. അങ്ങനെ ഒരു മാസ് പെറ്റീഷൻ കൊടുക്കുന്നത് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ആലഞ്ചേരി പിതാവിന് ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ളൊരു നിവേദനം കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു.
അതനുസരിച്ച് അതിന് നക്കല് കൊടുക്കേണ്ട നിവേദനത്തിന് നക്കല് മോളക്കട പിതാവും ഇളപ്പനച്ചൻ പറഞ്ഞതനുസരിച്ച് നമ്മുടെ മുൻ VG ആയിട്ടുള്ള കൊല്ലാമസിനെ കൊണ്ട് തയ്യാറാക്കിച്ചു. അത് ഇത് കാര്യകാര്യമായിട്ടുള്ള സാഹചര്യം നമ്മളെ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെല്ലാം കാണിച്ചുകൊണ്ടുള്ള നിവേദനമാണ്. ആ നിവേദനം തയ്യാറാക്കിയിട്ടാണ് നമ്മൾ എല്ലാ ഇടപെടലുകളും അത് കൊടുത്ത് പല ഭരണങ്ങളിൽ വിളിച്ചുകൂട്ടി ഈ വിഷയം അവതരിപ്പിച്ച് അവരെ കൊണ്ടെല്ലാം ഒപ്പിടിച്ച് ആണ് നമ്മള് എറണാകുളത്ത് പോയി പിതാവിനെ കൊണ്ട് അപേക്ഷ കൊടുത്തത്. ഇപ്പോൾ 3 വർഷമായി ഇത്രയും ക്നാനായ സമുദായത്തില് പ്രശ്നങ്ങളും കൺഫ്യൂഷൻസും എല്ലാം ഹാപ്പൻ ചെയ്തിട്ട് 1 വർഷം 2012 ഏപ്രിൽ മാസത്തിലാണല്ലോ ഈ സമ്മേളനം. അമേരിക്കയിൽ പള്ളികൾ ഉണ്ടായിട്ട് ഇപ്പൊ 3 വർഷം. അമേരിക്കയിലെ ഇപ്പോൾ നിങ്ങളുടെ സംഘടനയായ ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസും നമ്മുടെ മൂലക്കാട് തിരുമേനിയും ആയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ തമ്മിൽ ഇപ്പോൾ യോജിക്കുന്നുണ്ട്. പിതാവ് വളരെ വ്യക്തമായിട്ട് ഇതേക്കുറിച്ച് ഒരു പ്രാവശ്യം അപരാധീശില് നിർവചനം നമ്മൾ പറഞ്ഞതിന് വിരുദ്ധമായി എഴുതിയെങ്കിൽ അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത അപരാധീശിൽ അത് തിരുത്തിക്കൊണ്ട് പിതാവ് ആദ്യം എഴുതിയ നിർവചനം തെറ്റാണെന്ന് പറഞ്ഞിട്ട് രണ്ടാമത് തെറ്റാണെന്ന് പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞ ഭാഗികമായിട്ടുള്ള നിർവചനം തിരുത്തി പൂർണ്ണമായിട്ടുള്ള പിതാവിന്റെ പൂർണ്ണമായിട്ടുള്ള നിർവചനമാണ്. കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും ആയിരുന്നു നേരത്തെ സ്റ്റാൻഡ്. 50% ബ്ലാങ്ക് ആയി കിടക്കുമായിരുന്നു. ഇപ്പൊ 50% കൂടെ പിതാവ് ഫില്ല് ചെയ്തു കർമ്മം കൊണ്ടും ആണെന്ന്. അപ്പോൾ ഇപ്പൊ പിതാവിന്റെ നിർവചനം ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ന്യായക്കാരനാണെന്ന്. ഒരു പിതാവ്, അതായത് ക്നാനായ കത്തോലിക്ക സഭയുടെ ഒരു പിതാവിന് ഇത്രയും ഒരു കൺഫ്യൂഷൻ വരാനുള്ള കാരണം എന്താണ്? അത് തന്നെയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം. നമ്മൾ ഒരു പരിധിവരെ പല കാരണങ്ങളുണ്ടായിരിക്കും. പിതാവിന്റെ കാര്യത്തില് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല. അത് നമ്മൾ 3 വട്ടം ചർച്ചയിലൂടെ തീർക്കാൻ നോക്കി, തീരാതെ വന്നു. അതുകൊണ്ട് അത് കൃത്യമായിട്ടും പിതാവിന് അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന പിതാവിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് ചെയ്തതിൽ വെച്ച് പിതാവിന് ബോധ്യമായി അത് ശരിയില്ല എന്നുള്ളത്. പിന്നെ എനിക്കൊന്ന് പിതാവ് ഈ പറഞ്ഞ പോലെ കുരിശിതമായിട്ടോ അല്ലെങ്കിൽ വൈദികരമായിട്ടോ സീനിയറായിട്ടുള്ള വൈദികരൊക്കെ ആയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട്. ജനങ്ങൾ പറയുന്നത് ക്നാനായ കോൺഗ്രസ് എടുത്ത നിലപാടും ശരിയാണ് എന്നുള്ള പിതാവ് തോന്നുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് പിതാവിനോട് പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിലുണ്ടായ അഭിപ്രായ വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. നമ്മുടെ പിതാവ് തന്നെയാണ്, ആർക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ അതായത് കേരളത്തിൽ ക്നാനായ ജനം ഒരു തരത്തിലും ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് അമേരിക്ക 2 തരത്തിലുമാണ്. അപ്പോൾ ഭാവിയിൽ പോകുമ്പോൾ അമേരിക്കയിൽ പുറത്തുനിന്ന് കല്യാണം കഴിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ദമ്പതികൾക്ക് ഒരു കുട്ടി ഉണ്ടായി, അവർ ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ ഒരു പ്യുവർ ക്നാനായ കുട്ടിയുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തെ പറ്റി ഷൈജു എന്ന് പറയുന്നത്, അത് നമ്മൾ നോക്കുമ്പോൾ ഭാവിയുടെ കാണണം. ഒരു ദിവസം മാത്രം എടുത്തുകൊണ്ട് പോയപ്പോൾ ഇന്നത്തെ കാര്യം നാളത്തെ കാര്യം അവർ നോക്കിപ്പോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ടോം ചോദിച്ചു ഇതേ ചോദ്യം തന്നെയാണ് ഞങ്ങൾ അന്ന് ചോദിച്ചത്. ചൈതന്യയിലെ സമ്മേളനത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. അവിടെ നിന്നും ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു യുവാവോ ഇവിടെ വന്ന് നമ്മുടെ ഇടയിലുള്ള ഒരു പാർട്ട്ണറെ കല്യാണം കഴിച്ചാൽ അത് ഇവിടെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ലായിരുന്നു. എന്തുകൊണ്ട് ഉത്തരവില്ലാതെ? അത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? അതായത് പിതാവിനാണ് ഉത്തരവില്ലാതെ? പിതാവ് എന്നത് ഒരു വ്യക്തി, ബാക്കി ഇവിടെ വൈദികരുണ്ട്, സഭാ സംവിധാനം ഉണ്ടല്ലോ. ആ സഭാ സംവിധാനത്തിനും വൈദികനും പിതാവിനും അതിന് ഉത്തരവില്ല. അതെങ്ങനെ ഉത്തരം ഉണ്ടാവും? അവിടെ നിന്ന് വരുന്ന മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ജ്ഞാനായക്കാരനും ഇവിടെ നമ്മൾ വിശ്വസിക്കുന്ന പ്യൂർ ആയിട്ടുള്ള ഒരു ജ്ഞാനായക്കാരൻ നമ്മൾ കല്യാണം കഴിച്ചു പിന്നെ എങ്ങനെ ജ്ഞാനായ പാരമ്പര്യം മുമ്പോട്ട്? അവിടുത്തെ ജ്ഞാനായ പാരിഷിൽ മെമ്പർ ആണല്ലോ ഈ പറഞ്ഞ കുട്ടി. ആ കുട്ടി ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ജ്ഞാനായ പാരിഷിൽ വളർന്ന ഒരു സ്പൗസിന് അല്ലെങ്കിൽ ഒരു വിവാഹപ്രായമായ കുട്ടി വിവാഹം ആലോചിക്കുമ്പോൾ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല, പറ്റുമെന്നും പറയാൻ പറ്റത്തില്ല. അവന് മോളക്കടി പിതാവും കൃത്യമായ ഉത്തരം പറയുന്നുണ്ട്. അവിടെ നിന്ന് മിക്സ് ആയിട്ട് ഇവിടെ വരുന്ന ആളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഉൾപ്പെടുന്ന അമേരിക്കൻ ഗ്രാനായ സംഭവം ഒരു 2ാം സംഭവമായിട്ട് ചവിട്ടിത്താത്തുവാണ് ചെയ്യുന്നത്. അതാണല്ലോ കറക്റ്റ് ചെയ്യപ്പെടുന്നത് നമ്മൾ പറയുന്നത്, ആവശ്യപ്പെടുന്നത്. അത് എന്തുകൊണ്ട് തുടക്കത്തിലെ മുളയിലെ ഞുള്ളിക്കളന്ന് കറക്റ്റ് ആകുന്നില്ല? 3 വർഷം വളർന്നു. അവിടുന്ന് മിക്സ് ആയിട്ടുള്ള ഒരു കുട്ടി ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ചേർക്കിയല്ല എന്ന് പറയുന്നത് അത് ഒരു ഇറ്റ് ഈസ് നോട്ട് ഫെയർ. ഞാൻ അന്ന് ചൈന നടത്തിയ പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ഒന്നായിരുന്നു, നമുക്ക് നമ്മുടെ സംവിധാനങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന പള്ളികളില്ല എങ്കിൽ അത് വേണ്ടെന്ന് വെക്കണം. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. നമ്മുടെ പാരമ്പര്യവും നമ്മുടെ തനിമയും കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന വൈദികർ നമുക്ക് സേവനം ചെയ്യാൻ കിട്ടുന്നില്ല, നമ്മുടെ വൈദികർക്ക് പറ്റുന്നില്ലെങ്കിൽ അവരെ നമുക്ക് വേണ്ടെന്ന് വെക്കേണ്ട സാഹചര്യമാണ് വരുന്നത്. അപ്പൊ അതിനോട് പരിഹാരം അതേ ഉള്ളൂ.
നമ്മൾ സാധാരണ പോലെ സീറോമല പള്ളി പോവുക. നമ്മൾ നമ്മുടെ ആ പള്ളിയാണെന്നുള്ളത് നമ്മുടെ പള്ളിയാണ്. പക്ഷെ ഇപ്പൊ ഡൽഹിയിലോ അല്ലെങ്കിൽ ലോകത്ത് മറ്റെവിടെയെങ്കിലും കുർബാന കാണാൻ വേണ്ടി മാത്രം പള്ളിയിൽ പോകുക. ബാക്കി നമ്മൾ ഒതുങ്ങേണ്ടി വരും. വേറെ നിർവാഹമില്ല. ഇത്രയും നാൾ 1800 വർഷം കാത്തു സൂക്ഷിച്ച ആ തനിമയും ആ ഒരുമയും ആ ഒരു സംസ്കാരവും നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ നിന്ന ഒരു പൂവിനെ പിടിച്ച് ഇങ്ങനെയാക്കുന്നതുകൊണ്ടിരിക്കും. അത് ശരിയാണ്. അപ്പോൾ എനിക്കറിയാം ഷൈബിക്കും ഒത്തിരി മാനസികമായി സഭാപരമായി ഇത് ഇങ്ങനെ ഒരു ബ്ലീഡ് ചെയ്യുന്ന ഒരു കനാനായ സമൂഹത്തെ കാണുമ്പോൾ വിഷമമുണ്ടെന്നറിയാം. തീർച്ചയായും ആ വിഷമത്തിന്റെ പേരിലാണ് ഇന്ന് നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അതെ അതെ. ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും ഓർക്കാം, നമ്മുടെ ജോയ് ഉപ്രാപ്പിളി സാർ പറയുന്നു, സാറിന്റെ മക്കൾ 2 പേര് നാട്ടിലുണ്ട്, 2 പേര് അമേരിക്കയിലുണ്ട്. അവര് ഒരു കുടുംബത്തിൽ നിന്ന് 2 തരത്തിലുള്ള പൗരന്മാരാണ് സൃഷ്ടിക്കുക. അത് പറ്റിയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട വലിയ പ്രയാസമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പ്രശ്നത്തില് ഒരു സ്ഥാനം എടുത്തപ്പോഴത്തേക്കും കാര്യങ്ങൾ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലായത്. അപ്പൊ ആ ഒരു സ്പിരിറ്റ് പെട്ടെന്ന് വളർന്നു. നമ്മുടെ വൈദികരും നമ്മുടെ കന്യാസ്ത്രീമാരും എല്ലാവരും ഈ വിഷയത്തിൽ പിതാവ് ഒരു വിട്ടുവീഴ്ച ചെയ്ത് നമ്മുടെ രീതിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സമുദായ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു നിലപാടുമായിട്ട് തന്നെ മുമ്പോട്ട് പോകണം. അല്ലെങ്കിൽ പിതാവിനും നമ്മുടെ സമുദായത്തിനൊപ്പം നിൽക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരും എന്ന് തോന്നുന്നു ഞാൻ വിചാരിക്കുന്നു. പിതാവ് ഈസി ആയിട്ട് പോകാമല്ലോ. നമ്മളെല്ലാം പിതാവ് ഒന്ന് മൂടിയാൽ മതി. നമ്മളെല്ലാവരും പിതാവിന്റെ പുറകിലുണ്ട്. ഞങ്ങൾ തന്നെ പറഞ്ഞത് ഇതിനെ വെച്ച് പിതാവ് പറയാണ്, ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് കൂടി ജനം മുഴുവൻ പിതാവിനെ എടുത്ത് തോളെടുത്ത് വെച്ചിട്ട് പോയാണ് ഞങ്ങൾ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ഏതായാലും സമയക്കുറവ് മൂലം പിതാവിനെ നമുക്ക് തോളിലേറ്റി വെച്ച് നടക്കാനുള്ള ഒരു സംവിധാനം ഈ വർഷം തന്നെ അല്ലെങ്കിൽ വരുന്ന മാസത്തിനുള്ളിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന് അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിംഗ്, ഒരു തോട്ട് പ്രോസസ് പെട്ടെന്നുണ്ടാകാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അതുപോലെ തന്നെ ഇത്രയും നേരം സമയം ചെലവഴിച്ച ഷൈബിക്കും എന്റെ ഒത്തിരി താങ്ക്സ്. അമേരിക്കൻ കാനായ സമൂഹത്തിന്റെ ഒത്തിരി താങ്ക്സ്. താങ്ക് യു വെരി മച്ച്.